ഈ താവുകാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി കാടുകളും വളരെ നാച്ചുറലായിട്ട് ഒരു ഇൻഹാബിറ്റൻ്റ് ആണ് ഇതിനകത്തുള്ളത്. രണ്ടിത് ഓർഗാനിക് സ്പേസ് ആണ്. അതായത് മനസ്സിനെ ഒത്തിരിയേറെ ശാന്തമാക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയേറെ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു സ്പേസാണിത്. 3 ഇതിനകത്ത് ഏറ്റവും പറയാനുള്ളത് ഇതിനകത്ത് ഒത്തിരിയേറെ നല്ല മനസ്സുകളുണ്ട്. ഞാൻ കണ്ട ഒരു മനസ്സാണ് എൻ്റെ വിശ്വം ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. ആ ചേട്ടനെയും ഇത് പരിപാലിച്ചു പോകുന്ന ഒത്തധികം നല്ല മനുഷ്യരുണ്ട്. ബോബി അച്ഛനുണ്ട്, സുഹൃത്തി ഏട്ടനുണ്ട്, അങ്ങനെ അറിയാവുന്ന കുറച്ചധികം പേര്. ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ, ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറന്നു പോകുന്നതാണ് ഫീലിംഗ്. ഓർഗാനിക് സ്പിരിറ്റ് എന്ന് പറയാം. നോക്കി ഓരോന്നൊക്കെ നല്ല ഭംഗിയായിട്ട് എത്തിച്ചുക. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയുണ്ടോ വീട്? സെറ്റാണോ വീട്? ജിംബേ കഴിച്ചോടാ? പാക്കി കളിച്ചതല്ലേ? കഴിച്ചു? പാക്കാൻ തോന്നുന്നില്ല എനിക്ക്. കുഞ്ഞാപ്പ എന്തൊക്കെയാ? എന്ത് കുഞ്ഞു? ആനോ? കഴിച്ചുവാനോ? എന്ത് കഴിച്ചുവാ? ചാമ്പക്ക കഴിച്ചുവാനോ? ചാമ്പക്ക കഴിച്ചുവാനോ? അല്ലേ, പിന്നെ എന്തെടുക്കുവാ നീ? എന്ത് ചിഞ്ഞാപ്പു? ദേവ് എന്തൊക്കെയാ? പുസ്തകം വായിച്ചാൻ പോവാനോ? എന്ത് ദേവു? ദേവ് ഇതാണ് ആ ഡോക്ടർ അല്ലേ? മാറിക്കണത്തെ നോക്കിയേ, ഉണ്ടോ എന്തുമാത്രം പുസ്തകങ്ങൾ വായിക്കണം നോക്കിയേ. ഇതൊരു മദർ തെരേസയുടെ പുസ്തകം ഉണ്ടെണ്ണം ചേട്ടായി എടുത്തോളം പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പാർക്കിൽ പോവാനേ, ഞങ്ങളായിട്ട് പാർക്കിൽ പോവാം, കാവുകായി പോവാം അല്ലേ? ഞങ്ങൾ എവിടുന്ന് ഇറങ്ങിയ ഞങ്ങൾ DD ഗോൾഡൻ ഗേറ്റ് പാലച്ചൂടിന്ന് ഞങ്ങൾ താവുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളുടെ കുഞ്ഞാപ്പി എവിടെ പോടാ? കുഞ്ഞാപ്പി പാർക്കിൽ പോവാനോ? കുഞ്ഞാപ്പി എവിടെ പോവാ? പാർക്കിൽ പോവാണോ? നല്ല സുന്ദരക്കുട്ടനായിട്ട് പാർക്കിൽ പോവാണോ? ആനോ? ആരൊക്കെയുണ്ട് പാർക്കിൽ പോവാൻ? ചേട്ട പാർക്കിൽ പോവാനോ? ആനോ? വേറെ ആരൊക്കെയുണ്ട് പാർക്കിൽ പോവാൻ? ആരാ? വേറെ ആരൊക്കെയുണ്ട് പാർക്കിൽ പോവാൻ? കുഞ്ഞാപ്പി വേറെ പാർക്കിൽ പോവാനോ? പാർക്കിൽ പോകണ്ടല്ലേ? പുറത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് പാർക്കിൽ? നോക്കാവേ. ചേട്ടാ എന്തെടുക്കും നോക്കിയേ. ചേട്ടാ ഒക്കുവാണോ ചേട്ടായി ഒക്കുവാണോ ചേട്ടാ? അല്ലേ, ബോയാണോ? വെരി ഗുഡ് ബോയ്. പിന്നെ ഇത് മനസ്സിലായോ? കളിക്കാൻ കുഞ്ഞു സ്ഥലം, വീട്, പിന്നെന്താ കുഞ്ഞ് സ്ഥലങ്ങൾ, നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, വെള്ളം, പിന്നെന്താ മരങ്ങൾ, തണുപ്പ്, നാച്ചുറലായിട്ടുള്ള ആവാസ വ്യവസ്ഥ, എന്താ ഉറുമ്പ്. വാ കുഞ്ഞപ്പനിങ്ങ വേടാ. കുഞ്ഞാപ്പുവേ അങ്ങോട്ട് ചേട്ടായി പോയിട്ട് വരും. മോനും പൊക്കോ? പൊക്കോ. അവിടെ റോഡൊന്നുമല്ല, പ്രൈവറ്റാ. ഇത് ഈ വീട്ടുകാർക്ക് വേണ്ടിയുള്ള റോഡായി.
ഞാൻ തുറക്കല്ലേ മോനെ, പുറകോട്ടൊന്നും പോകണ്ട കേട്ടോ. അത് അങ്ങനെ എന്തെങ്കിലും മറ്റു മറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പത്തോട്ട് പോകാൻ നോക്കരുതേ. ആ എന്തി ആ എനിക്ക് ആ വണ്ടി വഴി കയറി വരില്ല ആയിരിക്കും ഒരു പക്ഷേ. വണ്ടി കയറി വരണ്ടാണല്ലോ, പുള്ളി കണ്ടില്ലേ? അല്ല നമ്മൾ അതുവഴിയല്ലേ വന്നേ, അതുവഴി വന്നപ്പോൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തോ? ആ ഇത് നോക്കിയടാ, ഈ ചെടി നോക്കിയടാ, അതിൻ്റെ കളർ കണ്ടോടാ മറ്റേ. ആ എന്ത് പറ്റി? എന്ത് പറ്റിടാ? ആ നീ എന്നിട്ട് അവിടെ പോകുന്നേ? വാ മോനെ, കുഞ്ഞും വരുവിടാ. അതുകൊണ്ടില്ല പറഞ്ഞേ. ആ അവിടെയൊക്കെ വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലമായിരിക്കത്തില്ലേ? നീ വാ, നീ ഇവിടെ വെള്ളത്തിനടുത്തേക്ക് വാടാ. നീ വാ, വെള്ളത്തിനടുത്തേക്ക് വാ. വാ അതാ തട്ടരുത് മോനെ. ആ ഒരു മരം വളർന്നു വരാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ മരമൊക്കെ വളർന്നു വരാൻ വേണ്ടി ഓരോന്നിനും പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അയ്യോ സൂക്ഷിച്ചേ, ആ മരം എല്ലാം നശിപ്പിക്കും ഇപ്പോൾ. അച്ഛ ഓക്കെ, അതിനകത്തൊന്നുമില്ല. എല്ലാ ദിവസവും ആളുകൾ കയറി കാണുന്നത്. മരക്കങ്ങ് അർമാദിക്കാണ് കാടിനകത്ത് കയറി. കുഞ്ഞ് നാച്ചുറൽ മാൻമെയ്ഡ് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ്. കുഞ്ഞാപ്പി ഇവിടെ വന്ന് വാടാ, കുഞ്ഞാപ്പി ഇവിടെ വന്ന് കളിക്ക്. വാ സ്റ്റീവേ, ഇങ്ങ ഇങ്ങ. എന്തോ ആ ഇങ്ങോട്ട് വാ. അവൻ സ്റ്റക്കായിടാ അവനോട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, പുറകോട്ട് വാ. ഓനോ സ്റ്റീവ് ഇങ്ങോട്ട് നോക്കിയേ. ഒത്തിരിയേറെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു ഓർമ്മ പുസ്തകമുണ്ട്. ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഫീൽ ചെയ്തതാണ് കേട്ടോ. അതിനകത്തൊരു മനോഹരമായ സംഭവം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ താവ് കാവിൻ്റെ തണലിൽ ഇത്തിരി നേരം ചിലവഴിക്കണമെന്ന്. മഴയുടെ സ്വാന്തനം വേണ്ടുവോളം ഏറ്റ മണ്ണിലെ പല വിത്തുകളും മുളച്ച് തളർത്തി നിൽക്കുന്ന കാവ് എനിക്ക് പച്ചപ്പിൻ്റെ മനോഹാരിത പകരം നൽകുന്നുണ്ട്. ഈ സ്നേഹത്തണലിൽ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞു പൂമ്പാറ്റയെ പോലെ കണ്ണുകൾ ഓരോ പൂവിൽ നിന്നും മറ്റു പൂവിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ മാന്ത്രിക സ്പർശനമുണ്ട്. മനസ്സിലെ അശുഭ ചിന്തകളൊന്നും തന്നെ അലട്ടുന്നതേയില്ല കേട്ടോ. ഇതൊരു സ്വപ്നക്കൂട് തന്നെ. പ്രാർത്ഥനാനിരതമായിരിക്കുന്ന ഒരു നിത്യാരാധനാ മഠം പോലെ തെളിഞ്ഞ ശാന്തത. ഞാനിവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും മനസ്സ് യാത്ര പറയുവാൻ വിസമ്മതിക്കുന്നു. ഇനിയും ഈ തണലിൽ നിന്ന് വരണം, ഒത്തിരി നേരം ഇരിക്കണം. ബോബിയച്ചിൻ്റെ കൂട്ടായ്മയിൽ എല്ലാവരും എത്തുമ്പോൾ അതിലൊരാളായി എത്തണം. സാന്ത്വനമാണ്, അഭയമാണ്, ആനന്ദമാണ് ഈ താവുകാവ്. ഷിജു കോതാട് എന്നൊരാൾ 2023 എഴുതി വെച്ചിരുന്ന ഒരു ചെറിയ ഓർമ്മക്കുറിപ്പാണ് ഞാനിപ്പോൾ വായിച്ചത് കേട്ടോ. ഇതേ സംഭവമാണ് എൻ്റെ മനസ്സിലിപ്പോൾ തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഹൈ ടൈം ടു ലീവ് us, but still something to write, something to cherish always on over here.